ഹലോ ഗൈസ്, ഇന്ന് ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കണേ. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് അരി കഴുകിയിട്ടു, തിളച്ച് തൂവിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂണും കൂടി ഇട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. ഇന്ന് കറികൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായ ഇട്ട് ഒരു കറിയും കൂർക്ക ഉപ്പേരിയും ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കൂർക്ക ഒന്ന് അങ്ങോട്ട് വേവിച്ച് മാറ്റാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കൂർക്ക കുക്കറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ കൂർക്ക വെന്ത് കഴിഞ്ഞപ്പോൾ അതേ കുക്കറിലേക്ക് തന്നെ ചക്കക്കുരു ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് മുരിങ്ങക്കായും മാങ്ങയും കൂടി ഇവിടെ വേവിക്കാമെന്ന് വിചാരിച്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്കായും മാങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളകും ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് അതും അവിടെ വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഒരു ബൗള് തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെന്ത് വന്നിട്ടുള്ള മുരിങ്ങക്കായുടെ കൂട്ടിലേക്ക് അരപ്പും കൂടി ചേർത്തു, വേവിച്ച് വെച്ച് ചക്കക്കുരുവും ചേർത്തു. എന്നിട്ട് നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിച്ചു വെച്ചു. അപ്പോൾ കറി റെഡിയായി. പിന്നെ അതേ പാത്രത്തിലേക്ക് തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുകിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കയും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ ഉപ്പേരി തയ്യാറാക്കി എടുത്തു കേട്ടോ. അതിനുശേഷം കഴിഞ്ഞ ദിവസം വേവിച്ച കുറച്ച് ബീഫ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതെടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങനെ ബീഫ് ഫ്രൈ ആക്കി. അതിനിടയിൽ ചോറ് വെന്ത് അതും കൂടി ഒരു കൊട്ടയിലേക്ക് ഊറ്റി വെച്ചു. ഇനി ചോറ് വിളമ്പിയെടുക്കാം കേട്ടോ. അങ്ങനെ ചോറും കറികളെല്ലാം ആദ്യം ബീഫ് ഫ്രൈയും വിളമ്പി, പിന്നെ കൂർക്ക ഉപ്പേരി എടുത്തു. പിന്നെ ചക്കക്കുരു മാങ്ങയും കറിയും കൂടി വിളമ്പി വെച്ചു. അടിപൊളി ഊണായിരുന്നു കേട്ടോ. നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറികളാണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.